ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാലെന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഞ്ജന ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അജയൻ്റെ കൈയും പിടിച്ചാണ് കയറി വരുന്നത്. ഇനിയിപ്പോൾ അജയനെ ഒന്ന് കാണണം, അടുത്തിരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് മുറിയിലേക്ക് ചെല്ലുന്നത് കേട്ടോ. ഭവാനി നേരെ വരുന്നുണ്ട്. എന്നിട്ട് ഉടനെ തന്നെ പറയുന്നുണ്ട്, എന്തായാലും ഈ വീഴ്ച വളരെ നന്നായി. എന്താടി അങ്ങനെ പറഞ്ഞത്? ഭാഗ്യം കൊണ്ടാണ് നീ രക്ഷപ്പെട്ടത് എന്ന് ഭവാനി പറയാം. ഞാൻ നിന്നോട് എന്താ അവിടെ നിന്ന് ആക്ഷൻ കാണിച്ചത്? വീഴുന്ന പോലെ അഭിനയിക്കാനല്ലേ? അതേ അമ്മേ, ഞാൻ അഭിനയിക്കാൻ തന്നെ ചെയ്തത്. പക്ഷേ എങ്ങനെയോ ഞാൻ പടിയിൽ കാല് തന്നെ അങ്ങ് വീണുപോയി. എന്നാലും എനിക്കതിൽ വിഷമമൊന്നുമില്ലമ്മേ. നമ്മുടെ അജയ് എങ്ങനെയാണ് ഞാൻ വീണ് കിടന്നപ്പോൾ എന്നെ എടുത്തുകൊണ്ട് പോയത്? രണ്ട് കൈയും കൊണ്ട് കോരി എടുത്തുകൊണ്ടല്ലേ അമ്മേ പോയത്? അതെ, അജയ് തന്നെ എടുത്തത്. എനിക്ക് സന്തോഷമായി. അങ്ങനെ തന്നെ മതി. അവൻ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയല്ലോ. സാരമില്ല, എനിക്ക് ഒരുപാട് സന്തോഷമായി അമ്മേ. പിന്നെ വേറൊരു കാര്യം പറയാം. ഭൂമിയെ കാണാനായിട്ട് അവൻ പോയിരിക്കാം. പക്ഷേ എന്തായാലും ഭൂമിയുടെ വീട്ടിലേക്ക് അവൻ പോകുമെന്ന് പറഞ്ഞിരുന്നില്ലേ? പക്ഷേ ഇതെങ്ങനെയെങ്കിലും നമുക്ക് തടഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് ഭവാനി പറയുന്നുണ്ട് കേട്ടോ അഞ്ജനയോട്. എന്നിട്ട് അഞ്ജനയ്ക്കും ഭവാനിയോട് കൂടെ ചേർന്ന് ഇപ്പോൾ കുറച്ച് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ കൂടിയിട്ടുണ്ട് അജയനോടും അതുപോലെ ഭൂമിയോടും. യഥാർത്ഥത്തിൽ വില്ലത്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭൂമിയാണ്. വില്ലത്തി ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ വളർത്താൻ പാടില്ല. അപ്പോൾ ഭവാനി മോക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഓരോ സ്റ്റെപ്പ് നോക്കി വേണം കയറാൻ, പെട്ടെന്ന് ഓടി കയറരുത്. എങ്കിലേ നീ ഇപ്പോൾ വീണതുപോലെ വീഴും. ഇനിയൊരു വീഴ്ച വേണ്ട കേട്ടോ. സമാധാനപ്പെട്ട് നമുക്ക് ആലോചിക്കാം. പിന്നെ നീ ആഹാരം കഴിക്കുന്നില്ലേ? വേണ്ടമ്മേ, അത് ഈ മരുന്നും ആൻറ്റിബയോട്ടിക്സൊക്കെ കഴിച്ചിട്ടാണ് മോളെ വിശപ്പില്ലാത്തത്. നീ എന്തായാലും പാല് കുടിക്കും. അങ്ങനെ ഭവാനി പോകുമ്പോഴത്തേക്കിനും അഞ്ജന പറയുന്നുണ്ട്, അമ്മേ, അജയ് ഭൂമിയുടെ വീട്ടിലൊക്കെ പോയിട്ട് വരുമ്പോഴേ എന്നെ ഒന്ന് കാണാൻ വരാൻ പറ്റുമോ? എനിക്കൊന്ന് കാണണമെന്ന് പറയാമോ? അതൊക്കെ ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ഭവാനി അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മുടെ ഭൂമിയാണെങ്കിലേ ആ കത്തും കൊണ്ട് ശങ്കരനാരായണൻ സാറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണല്ലേ. അപ്പോൾ പോകുന്ന സ്ഥലവും ആ ഒരു ഹൈ റേഞ്ചിൻ്റെ ഭാഗത്താണെന്നൊക്കെ പറഞ്ഞില്ലേ. അവിടെ പുറകെ ബുള്ളറ്റിൽ വരുവാണ് കമാൽ. അപ്പോൾ കമാൽ ഏകദേശമൊക്കെ ഭൂമിയുടെ പുറകെ എത്തി ഏകദേശം സ്ഥലത്തെത്തുന്ന സമയത്ത് കമാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഭവാനീനെ വിളിച്ച് അറിയിക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ പിന്നാലെ ഉണ്ട്. ശരി, എന്തായാലും കത്തും കൊണ്ടേ നീ തിരിച്ചു വരാവുള്ളൂ ഭവാനി നിർദ്ദേശം കൊടുക്കുക. അത് ഉറപ്പാണ്, കത്തും കൊണ്ടേ ഞാൻ തിരിച്ചു വരൂ. പിന്നെ അജയ് എങ്ങാനും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, അജയൊന്നും വന്നിട്ടില്ല. ശരി, ഞാൻ എന്തായാലും അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ കത്തും കൊണ്ട് മാത്രമേ കമാലും മടക്കി വരുള്ളൂ കേട്ടോ എന്ന് ഉറപ്പും കൊടുത്തിട്ട് ഫോൺ വയ്ക്കുകയാണ്. ഭവാനിയാണെങ്കിൽ സമാധാനിക്കുകയാണ്. കാരണം അജയ് എന്തായാലും സ്റ്റേഷനിലേക്ക് എത്തും, അല്ലെങ്കിൽ ഭൂമിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പോയില്ലേ. അവിടെ എത്തുന്നതിന് മുന്നേ ഭൂമി അവിടെ നിന്ന് പോയല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ അവർ തമ്മിലൊരു കോണ്ടാക്റ്റ് ഇല്ല. അതുകൊണ്ട് ഭവാനി സമാധാനപ്പെടുവാണ്. അങ്ങനെ ഓട്ടോയിൽ നിന്ന് നേരെ ബസ് സ്റ്റോപ്പിലെത്തി. ഭൂമി അവിടുന്ന് ഒരു ബസ്സിൽ കയറുകയാണ് കേട്ടോ. തൊട്ട് പിറകെ തന്നെ ഇയാളുണ്ട്. പക്ഷേ അവിടെ മുതലേ ഭൂമി ശ്രദ്ധിക്കുന്നുണ്ട്. തൊട്ട് പിറകെ തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി ഭൂമിക്ക്. ഭൂമി അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അയാൾ കാണാതെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് തൊട്ട് പുറകെ വരികയാണെന്നുള്ള കാര്യം. അപ്പം സൗഭാഗ്യവൃത്താണെങ്കിലേ മാധവനും സംഗീതയും കൂടെ മോളെ കാത്തിക്കുക കേട്ടോ. അവളെ അനുപമയാണെങ്കിൽ ഇവരുടെ മകളാണ്, അജയൻ്റെ സഹോദരി. കല്യാണം കഴിപ്പിച്ച് വിട്ടു. എന്നാലും വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് കേട്ടോ. പുള്ളിക്കാരിക്ക് എപ്പോഴും ഒരു ജെൻഡർ ഇക്വാലിറ്റി വേണം എന്നുള്ളൊരു സ്വഭാവക്കാരാണ്. എനിക്ക് എൻ്റെ കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം, അങ്ങനെയാണ് ഭർത്താവിനോടുള്ള ഒരു പെരുമാറ്റം. ഇന്ന് ഭർത്താവ് ജോലി ചെയ്താൽ നാളെ ഞാൻ ചെയ്യും, നാളെ ഞാൻ തുണി അലച്ചാൽ ഇന്ന് ഭർത്താവ് ചെയ്തോളണം. ഇതാണ് അവളുടെ ഒരു പോളിസി. അതുകൊണ്ട് തന്നെ വീട്ടിൽ കുഞ്ഞു പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ആർക്കും അത് വലുതായിട്ട് മുത്തശ്ശിക്കൊന്നും അറിയത്തുമില്ല. അങ്ങനെ അജയിൻ്റെ നിശ്ചയത്തിൻ്റെ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടാണ് ക്ഷണിച്ചതും വന്നതും. അങ്ങനെ ഇവിടെ വന്നുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയോട് കുറേ തമാശയും കളിയും ഒക്കെ പറയുന്നുണ്ട്. അച്ഛനോടും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, മോളെ കെട്ടി ചയച്ചാൽ വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് വരണോടി. കെട്ടി ചയച്ചു എന്നും പറഞ്ഞും കൊണ്ടേ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. പിന്നെ അമ്മ ഇപ്പോൾ ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യാറില്ലേ എന്ന് മോള് ചോദിക്കുക കേട്ടോ. എന്താടി, നീയാണോ പിന്നെ അടുക്കള പണിയൊക്കെ ചെയ്യുന്നത്? അല്ല, സാരിയൊന്നും ഉടഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ എന്ന് പറഞ്ഞ അച്ഛനോടും അമ്മയോടൊക്കെ പതിവിൽ കവിഞ്ഞ ഒരുപാട് തമാശയും കളിയും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭർത്താവ് എന്തെങ്കിലും ചോദിക്കുകയാണ്. അപ്പം ഭർത്താവ് വന്നിട്ടില്ല. അതെന്താ വരാത്തത്? അതെ, ജെൻഡർ ഇക്വാലിറ്റി വേണം, ജെൻഡർ ഇക്വാലിറ്റി അതാ വേണ്ടത്. അതെന്താടി അങ്ങനെ നീ പറഞ്ഞത്? അതെ, ഞാൻ അവിടെ ഒരു കത്തെഴുതി വെച്ചിട്ടാണ് വന്നത് പറയാനുള്ളത്. ഞാൻ അല്ലാണ്ട് കൂടെ ഒന്നും ഞാരെയും കൊണ്ടുവന്നിട്ടില്ല. വരണമെങ്കിൽ വരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇവർക്ക് അവരുടെ സ്വഭാവം. എന്നിട്ട് പറയാം, ഇത്തവണ വരുന്നത് തന്നെ ഇനി ഞാൻ തിരിച്ചു പോകത്തില്ല കേട്ടോ, അതും കൂടെ പറയാനാണ് വന്നത്. അതെന്താടി? മിക്കവാറും നമ്മൾ ബ്രേക്കപ്പ് ആവും.
എടീ നീ ഇതൊക്കെ പറയണം, സൂക്ഷിച്ച് വേണം, മുത്തശ്ശിയൊന്നും കേൾക്കരുത്. മുത്തശ്ശി അപ്പോഴേക്കും വന്നിട്ടുണ്ട്. മുത്തശ്ശിയായിട്ട് കുശലങ്ങളെല്ലാം പറയുകയാണ് കേട്ടോ. മുത്തശ്ശി എന്നിട്ട് നോക്കുകയാണ്, കഴുത്തിൽ ഇവർ അനുപമയ്ക്കും അഭിരാമിക്കും അഞ്ജനയ്ക്കും ഒക്കെ ആയിട്ട് ഒരു മാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ആ മാല ഉണ്ടോ എന്ന് നോക്കുക. അത് മുത്തശ്ശി സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇട്ടുകൊണ്ട് വന്നത്. അതെടുത്ത് കാണിക്കുമ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമാവാം കേട്ടോ. അപ്പം മുത്തശ്ശിക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ അനുപമ അഭിരാമിയെക്കുറിച്ചൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അഭിരാമി തിരിച്ച് വരുമോ, ഇനി അവൾ നഷ്ടപ്പെട്ടു പോയില്ലേന്ന് അങ്ങനെ സങ്കടപ്പെടുമ്പോഴത്തേക്കും അനുപമ പറയുന്നുണ്ട്, മുത്തശ്ശി വിഷമിക്കാതെ, അഭിരാമി തിരിച്ച് വരും എന്ന് സമാധാനിപ്പിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഭവാനി വരുന്നുണ്ട്. പിന്നെ ഭവാനിയായിട്ട് കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട്. അമ്മായി സുഖമാണോ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് ഭയങ്കര കാര്യത്തിൽ സംസാരിക്കുന്നുണ്ട്. ഭവാനിക്കാണെങ്കിൽ അഭിരാമി തിരിച്ചു വരും എന്ന് മുത്തശ്ശി പറയണ കേൾക്കുമ്പോഴേ ദേഷ്യം വരുവാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അജയനെ കാണാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ അജയനും ഭയങ്കരമായിട്ട് അനിയത്തിയെ കാണുമ്പോൾ സന്തോഷമാവണം. അപ്പോൾ അനിയത്തി പറഞ്ഞിട്ട്, എടാ കുറേ നാൾ കൂടിയിട്ട് എന്നെ കാണുന്നില്ലേ, നിനക്ക് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൂടെ? അങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, നിൻ്റെ ഭർത്താവ് എന്തിയെ? പുള്ളിക്കാരൻ വന്നില്ല. അതെന്താ പറയാതെയാണോ നീ വന്നത്? ഞാനൊരു പേപ്പറിൽ അവിടെ കത്തെഴുതി വെച്ചിട്ടാണ് വന്നത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. നിൻ്റെ സ്വഭാവം ശരിയാവുന്നില്ല. അതെന്താ അങ്ങനെയൊക്കെ? പിന്നെ നിൻ്റെ ചടങ്ങിനൊക്കെ ഞാൻ വരണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കിനും എടാ ഇതിനിടയ്ക്ക് അഞ്ജനേനെയും പോയി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അഞ്ജനയോടും കുശലമൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. അഞ്ജനയോട് സംസാരിച്ച് കുശലം അന്വേഷിച്ചുകൊണ്ട് അവർ സന്തോഷത്തിരിക്കുന്ന സമയത്താണ് ഭവാനി വരുന്നത്. അപ്പോഴത്തേക്കിനും ഭവാനി വന്ന് രഹസ്യമായിട്ട് മോളോട് പറയാ, എടിയും നമ്മുടെ രഹസ്യങ്ങളൊന്നും ഇവളോട് പറയരുത്. ഈ വന്നിരിക്കുന്ന അഭിരാമിയെ ആളത്ര അഭിരാമി അല്ല, ഇത് അനുപമയാട്ടോ. അനുപമ ആളത്ര നമ്മൾ വിചാരിക്കണ പോലെയൊന്നും അല്ല. അവൾ ഭയങ്കര സാധനമാണ്. എപ്പോൾ പറയണം എന്നൊന്നും അവൾക്ക് തന്നെ അറിയത്തില്ല. അതാ അവളുടെ ഇത്. സ്വന്തമായിട്ട് ഒരു ക്യാരക്ടറില്ലാത്തൊരു പെണ്ണാണ്. അതുകൊണ്ട് നമ്മുടെ രഹസ്യങ്ങളൊന്നും നീ അറിയാണ്ട് പറഞ്ഞു പോവല്ലേ അവളോട്. അതുകൊണ്ടാണ് ഞാൻ ഓടിങ്ങി വന്നത്. ഇല്ല അമ്മേന്നാ പറയാം കേട്ടോ നമ്മുടെ അഞ്ജന ഭവാനിയോട്. ഇത് കഴിഞ്ഞിട്ടാണ് അനുപമ നേരെ അജയനെ കാണാൻ പോകുന്നതും സംസാരിക്കുന്നത്. അപ്പം അനുപമ അജയനോട് പറയുന്നുണ്ട്, എന്തായാലും ഇടാ അഞ്ജന ഇപ്പം നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ, കൊള്ളാം, നിനക്ക് നല്ല ചേരും, എത്രയും വേഗം നടക്കട്ടെ ഈ വിവാഹം എന്ന് പറയുമ്പോൾ. എന്ത് വിവാഹം, പോടി എണീറ്റ്, എന്താണ് നിനക്കിഷ്ടമല്ലേ? നീ ഒന്നും മിണ്ടാതിരുന്നേ. നിനക്കിഷ്ടമല്ലെങ്കിലേ അല്ലെങ്കിലും നിനക്ക് ആ പെണ്ണ് ചേരത്തില്ലടാ. നിന്നെ കണ്ടാൽ ഒരു ഹിന്ദിക്കാരെ ലുക്കുണ്ട്, നല്ല അടിപൊളി പെണ്ണിനെ കിട്ടും നിനക്ക്, നല്ല ലോകസുന്ദരി. നീ കൂടുതലൊന്നും സംസാരിക്കണ്ടെന്ന് അജയ് പറയാം. പിന്നെ നിനക്ക് അവളെ ഇഷ്ടമല്ലെങ്കിലേ ഞാൻ വേണമെങ്കിൽ ഇത് മുടക്കി തരാം ഈ സംഭവം. അയ്യോ വേണ്ടായേ, നീ ഏറ്റെടുത്താൽ അവസാനം അത് എൻ്റെ തലയ്ക്കാവൂന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് പോയേ. അങ്ങനെ അജയ് അനിയത്തിനെ ഓടിച്ചു വിടുക കേട്ടോ. അനിയത്തി നേരെ അച്ഛനോടും അമ്മയോടും പോയി വീണ്ടും മുറ്റത്ത് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സംസാരിക്കുകയാണ് കേട്ടോ. സംസാരിക്കുന്ന കൂട്ടത്തിൽ അനുപമ വീണ്ടും വായിന്ന് വീഴുന്ന കാര്യമൊക്കെ ഭർത്താവിനെ ഉപേക്ഷിക്കും, ഡിവോഴ്സ് വേണം, ഞാൻ ഇനി തിരിച്ചു പോകത്തില്ല, ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അങ്ങനെ സംഗീതയും മാധവനും കൂടെ ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. എന്നാലും മാധവ് മോളെ വിളിച്ച് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉപദേശിക്കുകയും ചെയ്യാണ്. ഇതേ സമയം കമാലാണെങ്കിൽ നമ്മൾ ഭൂമിയെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുമല്ലേ. ഭൂമി അവിടെ ബസ്സിലിറങ്ങി ഒരു സ്ഥലത്തിറങ്ങി അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഹൈ റേഞ്ചിലേക്ക് പോകാൻ ഒന്നീ വാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ, വേറെ വലിയ വാഹനങ്ങളൊന്നും പോകത്തില്ല എന്ന് പറയാം. അപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ പറയുന്നുണ്ട്, ഇവിടുന്ന് നല്ല ദൂരമുണ്ട് മോളെ, പൈസ ഇച്ചിരി കൂടുതലാവും, അത് കുഴപ്പമില്ല, എന്നെ അവിടെ എത്തിച്ചാൽ മതി. അങ്ങനെ ആ ഓട്ടോയിൽ പോവാണ്. ഓട്ടോയിൽ കയറുമ്പോഴൊക്കെ കമാലിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ബുള്ളറ്റും ആളും അയാൾ തന്നെ പിന്തുടരുകയാണെന്ന് ഭൂമിക്ക് മനസ്സിലാവാണ്. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടുത്തെ ജോലിക്കാരൻ തോട്ടത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ വന്നിട്ട് പറയാം, ഇവിടെ ഇപ്പോൾ ശങ്കരനാരായണ സാറിനെ കാണാൻ വന്നതാണെങ്കിൽ സാറില്ല, സാറൊരു മീറ്റിങ്ങിനോ ഇതിന് പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ എന്തായാലും ഇല്ല, നാളെ ആവും. സാറ് പറഞ്ഞാൽ കറക്റ്റ് സമയത്തിന് എത്തും, നാളെ രാവിലെ വരും. അപ്പോൾ പിന്നെ ഓട്ടോറിക്ഷക്കാരനോട് ഭൂമി പറയുന്നുണ്ട്, ചേട്ടാ എനിക്ക് ഒരു ദിവസം ഇവിടെ എവിടെയെങ്കിലും തങ്ങണം, അതിന് പറ്റിയ സ്ഥലമുണ്ടോ? ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട് മോളെ, ഞാൻ അങ്ങോട്ട് കാണിക്കാം, നല്ല ഹോട്ടലാണ്, വലിയ പൈസയാവും, പൈസയൊന്നും അത്രയ്ക്കാകത്തില്ല, ഞാൻ കൂടെ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ അവിടെ നേരെ ഹോട്ടലിലേക്ക് പോവാണ്. കമാൽ വെച്ച് പിടിക്കുന്നുണ്ട്. അപ്പോഴും കമാലിനെ ശ്രദ്ധിക്കുന്നുണ്ട്, തന്നെ പിന്തുടരുകയാണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മുടെ ഭൂമിയെ കൊണ്ട് ഇറക്കുകയാണ് അയാൾ. എന്നിട്ട് ഭൂമി അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിക്കാൻ റിസപ്ഷനിൽ കയറുമ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ പറയുന്നുണ്ട്, മോൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം, എന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് ഒരു ഉത്തരവാദിത്തമായിട്ട് ആ കുട്ടി അങ്ങോട്ട് കൊണ്ട് ആക്കാൻ. അടുത്തുള്ള എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്